ഹായ്, ഒരു കോൺവെക്സ് ലെൻസിന്റെ മുന്നിൽ വെക്കുന്ന ഒരു വസ്തു ലെൻസിൽ നിന്ന് കൂടുതൽ അകലെ വെക്കുമ്പോഴും ലെൻസിനോട് കൂടുതൽ അടുത്ത് വെക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ സവിശേഷതകൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഇത് കണ്ടെത്താനുള്ള പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഇതിനാവശ്യമായ സാമഗ്രികൾ: ഒരു കോൺവെക്സ് ലെൻസ്, അത് വെക്കാനാവശ്യമായ ലെൻസ് സ്റ്റാൻഡ്, ലെൻസ് സ്ക്രീൻ, അതുപോലെ ഒബ്ജക്റ്റായിട്ട് ഇവിടെ പ്രകാശിക്കുന്ന 2 LED ബൾബുകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ദൂരം അറിയേണ്ടതുണ്ട്. 5 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു ലെൻസ് ഉപയോഗിച്ചാണ് പരീക്ഷണം ചെയ്യുന്നത്. ഇവിടെ ഈ ബോർഡിൻ്റെ മധ്യത്തിലുള്ള വരയിൽ സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്റ്റിക് സെൻറ്റർ എന്ന നിലക്ക് ആണ് അവിടെ സിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം ലെൻസ് അവിടെ വെച്ചാണ് പരീക്ഷണം ചെയ്യുന്നത്. ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 5 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഫ് 5 സെൻറ്റിമീറ്ററിലും 2F 10 സെൻറ്റിമീറ്ററിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഈ ഭാഗത്തും 5 സെൻറ്റിമീറ്ററിലും 10 സെൻറ്റിമീറ്ററിലും F, 2F എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ലെൻസിനെ സിയിൽ വെക്കാം. ഇനി ഒബ്ജക്റ്റിനെ ഞാൻ വെക്കുന്നത് 2Fന്റെ പുറത്താണ്. ഒബ്ജക്റ്റായ പ്രകാശ സ്രോതസ് ഇപ്പോൾ 2Fന്റെ പുറത്താണ്. എവിടെയാണ് വ്യക്തമായ പ്രതിബിംബം കിട്ടുക എന്ന് നോക്കാം. ഇതാ സ്ക്രീൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ ഇപ്പോൾ പ്രതിബിംബം വീഴുന്നില്ല. ഈ സ്ക്രീനിൽ ഈ ഒബ്ജക്റ്റിന്റെ പ്രതിബിംബം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് സ്ക്രീൻ മുന്നോട്ട് നീക്കാം. പ്രതിബിംബം വന്നു തുടങ്ങി, പക്ഷെ അത് വ്യക്തമല്ല. വ്യക്തമായ പ്രതിബിംബം എവിടെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇതാ ഇവിടെയാണ് വ്യക്തമായ പ്രതിബിംബം കിട്ടിയത്. ഇപ്പോൾ വസ്തു നിൽക്കുന്നത് 2Fനപ്പുറത്താണ്. മറുഭാഗത്ത് എഫിൻ്റെയും 2Fൻ്റെയും ഇടയിലാണ് പ്രതിബിംബം കിട്ടിയത്. അപ്പോൾ വസ്തു 2Fൻ്റെ അപ്പുറത്താണെങ്കിൽ പ്രതിബിംബം എഫിനും 2Fനും ഇടയിലായിരിക്കും എന്ന് മനസ്സിലാക്കാം. ഈ പ്രതിബിംബത്തിൻ്റെ മറ്റ് സവിശേഷതകൾ കൂടി നമുക്ക് നോക്കാം. ഇത് വസ്തുവിനേക്കാളും ചെറുതാണ്. ഇനി ഈ ഓബ്ജക്റ്റിൻ്റെ മുകളിലെ 2 ബൾബുകൾ ഞാൻ മറച്ചു പിടിക്കുകയാണ്. ഇവിടെ പ്രതിബിംബത്തിൽ അടിയിലെ 2 ബൾബുകളാണ് ഇപ്പോൾ മിസ്സായിട്ടുള്ളത്. ഇനി ഓബ്ജക്റ്റിൻ്റെ താഴെയുള്ള 2 ബൾബുകൾ ഞാൻ മറച്ചു പിടിക്കുന്നു. ഇപ്പോൾ ഇമേജിൽ മുകളിലുള്ള 2 ബൾബുകളാണ് മിസ്സായിട്ടുള്ളത്. ഇതിൽ നിന്നും പ്രതിബിംബം തലതിരിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി വസ്തുവിനെ 2Fൽ കൊണ്ടുവെക്കാം. ഇപ്പോൾ നോക്കൂ, സ്ക്രീനിൽ കിട്ടുന്ന പ്രതിബിംബം വ്യക്തമല്ല. വ്യക്തമായ പ്രതിബിംബം എവിടെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. വസ്തു 2Fൽ വെച്ചപ്പോൾ 2Fൽ തന്നെയാണ് വ്യക്തമായ പ്രതിബിംബം കിട്ടുന്നത്. ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിന് വസ്തുവിൻ്റെ അതേ വലുപ്പമാണുള്ളത്. ഇനി തല തിരിഞ്ഞതാണോ എന്നറിയാൻ നമുക്ക് മുകളിലെ 2 ബൾബുകൾ പൊത്തി നോക്കാം. ഇതാ മുകളിലെ ബൾബുകൾ പൊത്തിയപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടത് അടിയിലെ ബൾബുകളാണ്. ഇതിൽ നിന്നും പ്രതിബിംബം തല തിരിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി വസ്തുവിനെ നമുക്ക് 2Fനും Fനും ഇടയിൽ വെച്ച് നോക്കാം. എവിടെയാണ് വ്യക്തമായ പ്രതിബിംബം കിട്ടുന്നത് എന്ന് നോക്കാം. ഇവിടെ പ്രതിബിംബം വ്യക്തമല്ല. ഏറ്റവും വ്യക്തമായ പ്രതിബിംബം കിട്ടുന്നത് ഇതാ ഇവിടെയാണ്, 2Fന്റെ പുറത്താണ്. ഇതിൽ പ്രതിബിംബം മുഴുവൻ ഉണ്ടാക്കാൻ മാത്രം ഈ സ്ക്രീൻ വലുപ്പമില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഈ കാണുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വസ്തുവിനേക്കാൾ വലുതാണ്. ഇനി മറ്റു വല്ല പ്രത്യേകതകളുമുണ്ടോ? നമുക്ക് വസ്തുവിൻ്റെ അടിയിലുള്ള 2 ബൾബുകൾ മറച്ചു നോക്കാം. പ്രതിബിംബത്തിൻ്റെ മുകളിലെ ബൾബുകളാണ് മിസ്സായത്. അപ്പോൾ ഇവിടെയും ഉണ്ടായത് തലതിരിഞ്ഞ പ്രതിബിംബമാണെന്ന് മനസ്സിലാക്കാം. ഇതോടൊപ്പം 3 സന്ദർഭങ്ങളിലും മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇവിടെ പ്രതിബിംബത്തിൻ്റെ വലത് ഭാഗത്ത് കാണുന്നത് ചുവപ്പാണ്, ഇടത് ഭാഗത്ത് പച്ചയും. അതേസമയം നാം വെച്ച വസ്തുവിൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടാക്കുന്ന പ്രതിബിംബം തല തിരിഞ്ഞതാണ് എന്നതിൻ്റെ കൂടെ വശങ്ങൾ കൂടി തിരിഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.